ഹലോ ഗൈസ്, റിഫ്ലക്ഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കുള്ള ഒരു അവയർനെസ് വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ പപ്പയുടെ ഫോണിൽ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നു. കഴിഞ്ഞ ദിവസമല്ല, ഒരു 2 ദിവസം മുന്നേ തൊട്ട് മെസ്സേജുകൾ വരുന്നുണ്ട്. നിങ്ങളുടെ എന്തോ ഒരു പ്രൊഡക്റ്റ് ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെസ്സേജ്. ഈ കാർട്ട് എന്ന് പറയുന്ന കൊറിയർ സർവീസ് വഴിയാണ് പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ മെസ്സേജ് ഇട്ടു, നിങ്ങളുടെ സാധനം നിങ്ങളുടെ നിയറസ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. കൊറിയർ ബോയ് നമ്മളെ വിളിച്ചു, എവിടെയാണ് നിങ്ങളുടെ ലൊക്കേഷൻ, അത് ഞാൻ കൊണ്ട് തരട്ടെ സാറിന് ചോദിച്ചു. പപ്പയെ വിളിച്ചു. അപ്പോൾ പെയ്ഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, പെയ്ഡ് അല്ല, നിങ്ങൾ 400 സംതിങ് ഒരു എമൗണ്ടാണ് പറഞ്ഞത്. ഈ എമൗണ്ട് നിങ്ങൾ പേ ചെയ്ത് വേണം പ്രൊഡക്റ്റ് വാങ്ങാൻ. പപ്പ എന്നെ വിളിച്ച് ചോദിച്ചു, കാരണം പപ്പ അങ്ങനെ യൂഷ്വലി ഓൺലൈനിൽ അങ്ങനെ ഒന്നും ഓർഡർ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ, എന്തോ ഒരു ഡെലിവറി വരുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. ബിക്കോസ് ഈവൻ ഇഫ് ഐ ഓർഡർ സംതിങ്, ഞാനത് പെയ്ഡ് ഓർഡേഴ്സ് ആണ് കൂടുതലും ചെയ്യാറ്. അങ്ങനെയല്ലാതെ ക്യാഷ് ഓൺ ഡെലിവറി ഞാൻ പൊതുവെ ചെയ്യാറില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. അപ്പം എന്താ സാധനം എന്ന് ചോദിച്ചു, അറിയില്ല. അപ്പം പപ്പയുടെ ഫോണിൽ വന്ന ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ എനിക്ക് ഫോർവേഡ് ചെയ്ത് എനിക്ക് കാണിച്ചു തന്നു. അപ്പം ഇതൊക്കെയാണ് വന്ന മെസ്സേജ്. എന്തോ ഒരു സോയിൽ ആക്ടിവേറ്റഡ് ട്രഷർ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് അവർ പ്രോഡക്റ്റിൻ്റെ പേര് കാണിക്കുന്നത്. അപ്പം എന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു, ഞാനൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 ഡ്രസ്സ്. അത് പക്ഷേ പെയ്ഡ് ഓർഡർ ആണ്, അല്ലാതെ ക്യാഷ് ഓൺ ഡെലിവറി അല്ല. ഞാൻ മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു കൊറിയർ ശരിക്കും വരാനായിട്ട്. വേറെ ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. എനിവേസ് അവർ സാധനം കൊണ്ടുവരട്ടെ, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ അവർ ഫോൺ ചെയ്തു, പപ്പ കൊണ്ടുവന്നോളാൻ പറഞ്ഞു, ലൊക്കേഷനൊക്കെ പറഞ്ഞു. ഡെലിവറി ബോയ് സാധനം വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഡെലിവറി ബോയ് തന്നെ പറഞ്ഞു, ഇത് കണ്ടിട്ടൊരു സ്കാം ആണെന്ന് തോന്നുന്നു സാർ, കാരണം വളരെ ചെറിയൊരു പാക്കേജിങ്, അതിലെന്തോ കിലുങ്ങുന്ന സാധനമായിരുന്നു. എന്താണെന്നൊന്നും അറിയില്ല, നമ്മളത് പൊട്ടിച്ച് നോക്കിയില്ല. എന്തോ കിലുങ്ങുന്ന ഒരു സാധനമാണ് അത്. നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറിയാണ്, നമ്മളത് വാങ്ങിച്ചിട്ട് ക്യാഷ് കൊടുക്കുക. ഇനി ഇൻ കേസ് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട, നമ്മുടെ എല്ലാം തോന്നുവാണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം എന്നുള്ള രീതിയിൽ. പക്ഷേ അത് നമ്മളാരും ഓർഡർ ചെയ്തതല്ല, അത് ഏത് സൈറ്റിൽ നിന്നാണ് ഓർഡർ പോയതെന്ന് ഒന്നും നമുക്കറിയില്ല. പിന്നെ നമ്മളതെങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ മീഷോയിൽ നിന്ന് അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് സൈറ്റിൽ കയറി ക്യാൻസൽ ചെയ്യാം. പക്ഷേ ഇതിൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ അല്ല. റിട്ടേൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് സൈറ്റിൽ നിന്നാണെന്നും ഒക്കെ അറിഞ്ഞാലല്ലേ നമുക്ക് സൈറ്റിൽ കയറി റിട്ടേൺ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു പ്രശ്നവും കൂടി അതിലുണ്ട്. അതുകൊണ്ട് അയാളും പറഞ്ഞു, ഇതൊരു സ്കാം ആണെന്ന് തോന്നുന്നു, നിങ്ങൾ വൺസ് ഇത് പേ ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈറ്റോ ഒന്നും അറിയാം, നിങ്ങൾ എങ്ങനെ റിട്ടേൺ ചെയ്യും, അങ്ങനെയൊക്കെ കുറേ കൺസേൺസ് ഒക്കെ റേസ് ചെയ്തു. കേട്ടപ്പോൾ നമുക്കും നമ്മൾ ഓർഡർ ചെയ്യാത്ത പ്രോഡക്റ്റാണ്, ഇത്രയും ചെറിയൊരു പാക്കേജിങ് ഒക്കെ ആയപ്പോൾ നമുക്കും ഡൗട്ടായി. ഞങ്ങൾ എന്തായാലും ആ ഓർഡർ വാങ്ങിച്ചില്ല, അത് റെഫ്യൂസ് ചെയ്തു. അയാൾ ഫോൺ വാങ്ങിച്ച് എന്തോ OTP എന്തോ സാധനങ്ങളൊക്കെ ചെയ്ത് അത് ക്യാൻസലായി. നമുക്ക് ഓർഡർ ക്യാൻസൽഡ് എന്ന് പറഞ്ഞ് മെസ്സേജും വന്നു. അവിടെ കൊണ്ട് ഇറ്റ് സ്റ്റോപ്ഡ്, കംപ്ലീറ്റ്ലി ഓവർ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ നിങ്ങൾ ഓർഡർ ചെയ്യാത്ത എന്തെങ്കിലും പ്രോഡക്ട്സ് നിങ്ങളുടെ അഡ്രസ്സിൽ വരികയും അവർ നിങ്ങളോട് പേയ്മെൻറ്റ് ചോദിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾ ഈ തട്ടിപ്പിൽ വീഴരുത്. നിങ്ങൾ ആ പ്രോഡക്റ്റ് ഒരു കാരണവശാലും വാങ്ങിച്ച് വെക്കരുത്. കാരണം നിങ്ങളിത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചിലപ്പോൾ തിരിച്ച് റിട്ടേൺ കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. നിങ്ങൾക്ക് ഏത് സൈറ്റോ ഒന്നും അറിയാത്തതുകൊണ്ട് നിങ്ങൾക്കത് റിട്ടേൺ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഇനി ചിലപ്പം അവരതിൽ എന്തെങ്കിലും ഫോൺ നമ്പറോ മറ്റോ കാണും. നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചിട്ടാണ് റിട്ടേൺ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അവർ പറയും, ഓക്കെ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ press 1 അല്ലെ press 2 ഇങ്ങനെ എന്തെങ്കിലും പറയും. നിങ്ങൾ പ്രസ് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോൺ ഹാക്ക് ആവുകയും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഹാക്ക് ആവുക, ഇങ്ങനെയൊക്കെ പലതും സംഭവിക്കാം. സോ ബി കെയർഫുൾ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള സിമിലർ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നും നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തത്, നിങ്ങളുടെ പൈസ പോയോ, എന്താ സംഭവിച്ചതെന്നൊന്ന് ബ്രീഫായിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ എനിക്കും എന്നെപ്പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന കമൻറ്റ് ബോക്സ് നോക്കുന്ന മറ്റു പലർക്കും അത് ഉപകാരപ്പെടും. അപ്പം താങ്ക് യു.